രാജ്യത്ത് ടിക്ടോക്ക് നിരോധിച്ചതിനു ശേഷം പ്രേക്ഷകർ ഷോർട്ട് വീഡിയോകൾ കാണാനും ക്രിയേറ്റ് ചെയ്യാനും വ്യാപകമായി ഉപയോഗിച്ചിരുന്നത് ഇൻസ്റ്റഗ്രാം റീൽസിനെയായിരുന്നു. എന്നാൽ ഇനി ഇൻസ്റ്റഗ്രാമിൽ റീലുകൾ ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെയുണ്ടാകും? അത്തരമൊരു നീക്കത്തിനൊരുങ്ങുകയാണ് കമ്പനി. പൂർണ്ണമായും ആപ്പിൽ റീലുകൾ ഒഴിവാക്കില്ല. പകരം ഇൻസ്റ്റഗ്രാമിലെ റീൽസ് ഫീച്ചർ പ്രത്യേക ആപ്പായി മെറ്റ പുറത്തിറക്കുന്നുവെന്നാണ് ദ ഇൻഫോർമേഷന്റെ റിപ്പോർട്ട്. ചൈനീസ് ഉടമസ്ഥതയിലുള്ള ടിക്ടോക്കിന്റെ ഭാവി യുഎസിൽ അനിശ്ചിതത്വത്തിലായതിനാലാണ് ഇൻസ്റ്റഗ്രാം അതിന്റെ ഷോർട്ട് ഫോം വീഡിയോ ഫീച്ചറായ റീൽസിനെ ഒരു പ്രത്യേക ആപ്പായി അവതരിപ്പിക്കുന്നതിനെക്കുറിച്ച് പരിഗണിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ മെറ്റ പ്രതികരിച്ചിട്ടില്ല. ജനുവരിയിൽ എഡിറ്റ്സ് എന്ന പേരിൽ ഒരു പുതിയ വീഡിയോ എഡിറ്റിംഗ് ആപ്പ് മെറ്റ പ്രഖ്യാപിച്ചിരുന്നു. ടിക്ടോക്കിന്റെ മാതൃകമ്പനിയായ ബൈഡാൻസിന്റെ ഉടമസ്ഥതയിലുള്ള വീഡിയോ എഡിറ്റിംഗ് ആപ്പായ ക്യാപ്കട്ടിന്റെ ഉപയോക്തൃ അടിത്തറയുടെ ഒരു പങ്ക് സ്വന്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കം. ടിക്ടോക്കുമായി മത്സരിക്കുക എന്ന ലക്ഷ്യത്തോടെ 2018 മെറ്റ ലാസോ എന്ന ഒരു ഒറ്റപ്പെട്ട വീഡിയോ ഷെയറിംഗ് ആപ്പ് ഫേസ്ബുക്ക് പരീക്ഷിച്ചിരുന്നു. എന്നാൽ ആപ്പിന് കാര്യമായ പ്രചാരം ലഭിച്ചില്ല. തുടർന്ന് കമ്പനി അത് അടച്ചുപൂട്ടി.